വേദവതിയുടെ മുന്നിൽ ഒരു ബോംബ് പൊട്ടിക്കണം. വാ മോളെ. വാ മോളെ. അവള് പറഞ്ഞത് സത്യമായിരിക്കുമോ? എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. ജാതകത്തിന്റെ പേര് പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ ഒരുങ്ങിയവര് ശക്തമായ തെളിവൊന്നും ഇല്ലാതെ ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. അതല്ല, ആ പെൺകുട്ടി ആരായിരിക്കും? ഇപ്പൊ കരയല്ലേ? ഇത് ശരിയാണെന്ന് അറിഞ്ഞതിന് ശേഷം കരഞ്ഞോ? ആദ്യം അങ്ങോട്ട് പോകാം. വന്നേ. വാ വാ. വേദവതി അമ്മേ, അവിടുന്ന് ഒരു കല്യാണ സദ്യ കഴിക്കാൻ ഞങ്ങൾ എല്ലാരും കാത്തിരിക്കുക. ശ്രീകരന്റെ കല്യാണം ഇത്രയും ദിവസം ഒരു ഉത്തരം പോലും കിട്ടാതെ നിൽക്കുകയായിരുന്നു. ഈ അടുത്താണ് അതിനൊരു ഉത്തരം കിട്ടിയതായിട്ട് തോന്നിയത്. വേദവതി, 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 വേദവതി. എല്ലാരും ബഹുമാനിക്കുന്ന ഒരു അമ്മയെ നിങ്ങൾ പേരെടുത്ത് വിളിക്കുന്നോ? ഇത്രയ്ക്ക് അഹങ്കാരോ? ആരാ നിങ്ങള്? ആ സ്ത്രീക്ക് എന്നെ നന്നായിട്ട് അറിയാൻ തിരുമേനി. എന്നെ പേരെടുത്ത് വിളിക്കാൻ മാത്രമുള്ള ധൈര്യം നിനക്കുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ വ്യക്തമായൊരു കാരണം ഉണ്ടായിരിക്കുമല്ലോ. വിവേകശാലി തന്നെ. കറക്റ്റ് കണ്ടെത്തിയല്ലോ. ആ കാര്യം സംസാരിക്കാൻ തന്നെയാ വന്നത്. ഏത് കാര്യം? നിങ്ങളുടെ മകൻ എവിടെ? വിശ്വസ്തനായ പുത്രനാണെന്ന് നിങ്ങൾ വീമ്പിളക്കി പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ ശ്രീകർ എവിടെ? ഒരൊറ്റ വാക്ക്, ഒരൊറ്റ അമ്പെന്നൊക്കെ പറഞ്ഞ് രാമനോളം വാഴ്ത്തിയതല്ലേ? ഇപ്പൊ അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. വിളിക്കവനെ. കള്ളം പറഞ്ഞ് ജീവിക്കുന്നവരാണ് നിങ്ങൾ. ആ നിങ്ങളാണോ എന്റെ മകനെ കുറിച്ച് സംസാരിക്കുന്നത്? അതിനുള്ള എന്തെങ്കിലും അർഹതയുണ്ടോ? അപ്പൊ നിങ്ങളുടെ മകൻ എന്താ സത്യം പറഞ്ഞ് ജീവിക്കുകയാണെന്ന് കരുതിയോ? ഞങ്ങളെക്കാൾ വലിയ കള്ളനാ നിങ്ങളുടെ മകൻ. പേരിന് സത്യഹരിചന്ദ്രയെ പോലുള്ള ഒരാളാ. ചെയ്യുന്നത് മൊത്തം കള്ളത്തരവും. വായടയ്ക്ക്, വായടയ്ക്ക്, വായടയ്ക്ക്. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? ഒരു സത്യം തെളിയിക്കാൻ അവളുടെ കയ്യിൽ എന്തോ തെളിവുണ്ട്. അത് കാണിക്കാൻ ധൈര്യത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നതാ. അനിയനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാവും. അവന്റെ യഥാർത്ഥ മുഖം എന്തെന്ന് പുറത്തു കാണിക്കാൻ വന്നതാ. പുറത്തുള്ള ഒരാള് നമ്മുടെ വീട്ടിലുള്ളവരെ പറ്റി കുറ്റം പറയുമ്പോ ചെരുപ്പ് കൊണ്ട് മറുപടി കൊടുക്കേണ്ട നിങ്ങൾ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ തലയ്ക്ക് വലിയ കുഴപ്പമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യാൻ നോക്കണ്ടച്ചാ. നിങ്ങളുടെ അലർച്ച കേട്ടാലേ ഞങ്ങൾ ചിലപ്പോ പേടിക്കും. വന്നതേ രാവണന്റെ പെങ്ങളാ. അതുകൂടാതെ എന്തോ വലിയ സത്യം കൊണ്ട് വന്നതാ. നിങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? വായടച്ച് മിണ്ടാതിരിക്കുക. എന്റെ മകൻ എന്ത് കള്ളത്തരം കാണിച്ചെന്നാ നീ പറഞ്ഞു വരുന്നത്? ആളുകളുടെ ഇടയിൽ വെച്ച് എന്റെ മകനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു. നിന്റെ കയ്യിൽ എന്ത് തെളിവുണ്ടായിട്ടാ? വായെ തോന്നിയത് പറഞ്ഞ മാത്രം പോരാ. എന്റെ മകൻ എന്ത് ചെയ്തിട്ട് നീ ഈ പറയുന്നത്? പറയാ. നിങ്ങളുടെ മകന്റെ കല്യാണം
നമുക്ക് തുടങ്ങിയാലോ? എന്താ കാര്യമേ? ഈ പവിത്ര ഞങ്ങൾക്കാർക്കും അറിയാത്ത ഒരു പുതിയ കാര്യം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇപ്പോ ആ ഷോക്കിലാ. നിങ്ങളെ കുറിച്ച് വായി തോന്നിയതൊക്കെ പറയണ്ട് മോനെ. എന്തൊക്കെയോ ആരോപണങ്ങൾ നടത്തിയല്ലോ, ഇപ്പൊ സംസാരിക്കുക. നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ തന്നെ ചോദിക്കു വേദവതി. നിങ്ങളുടെ മകൻ നിങ്ങളുടെ കണ്ണിൽ നോക്കിയെങ്കിലും സത്യം എങ്ങാനും പറഞ്ഞാലോ? ആൾക്കൂട്ടത്തിൽ വെച്ചാ, ഇങ്ങനെ ഒരു ചടങ്ങിൽ വെച്ചാ, അമ്മയുടെ സമക്ഷം നിന്നാ അവൾ ചോദ്യം ചെയ്യുന്നത്. സത്യം എന്താണെന്നും കളം എന്താണെന്നും ഇവിടെയുള്ള എല്ലാവർക്കും അറിയണം. ചോദിക്കമ്മേ. നിന്റെ കല്യാണം കഴിഞ്ഞോടാ? ഞങ്ങളോട് ആരോടും പറയാതെ നീ ഒരു പെണ്ണിനെ കെട്ടിയെന്നും ഞങ്ങളെ വഞ്ചിച്ചെന്നും ഇവര് ഞങ്ങളോട് വന്ന് പറഞ്ഞു. അത് കള്ളാണെന്നും എന്നോട് ഒരിക്കലും എന്റെ മോൻ അങ്ങനൊരു വഞ്ചന കാണിക്കില്ലെന്നും അങ്ങനെ ചെയ്താൽ എന്റെ അമ്മയുടെ ശ്വാസം നിലച്ചു പോകുമെന്നും അങ്ങ് പറയും. ആര്? ശ്രീകരന്റെ അടുത്തുള്ള ആവനി. നിന്റെ നിഷ്കളങ്കരായ കുടുംബക്കാര് നിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് വിചാരിച്ചിരിക്കുക. എത്ര കാലം ഇങ്ങനെ കള്ളത്തരം കാണിക്കും? എത്ര കാലം ഇങ്ങനെ സത്യം മറച്ചു വെക്കാനും കഴിയും? ഇനി നിങ്ങൾക്ക് സമ്മതിക്കാതെ വഴിയില്ല. നിങ്ങൾ വലിയ ആൾക്കാരല്ലേ. ജനങ്ങൾ എല്ലാവരും നിങ്ങളുടെ വാക്കിനെ വേദം പോലെ പിന്തുടരുന്നവരല്ലേ. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ തന്നെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് നടക്കുന്നത്. ഈ നിങ്ങളാണോ ഞങ്ങളെ പഠിപ്പിക്കുന്നത്? എല്ലാവരും ഇത്രയും പറഞ്ഞിട്ടും നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? അത് അമ്മേ, അത് എന്റെ മകൻ കല്യാണം കഴിച്ചു എന്ന് ഇവര് പറയുന്നത് സത്യമാണോ? അമ്പലത്തിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ പൂജയൊക്കെ ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. നിങ്ങളുടെ മരുമകൾ മംഗല്യസൂത്രത്തില് പൊട്ടു തൊടുന്നതും ഞാൻ കണ്ടതാ. അതുകൊണ്ടാ ഇത്ര ധൈര്യത്തില് സംസാരിക്കുന്നത്. കള്ളവാ ഇത്. ഇവള് നുണ പറയുവാ.
നീ അലറിയാൽ സത്യം കളവായി മാറില്ല ശ്രീകർ. സത്യമാണെന്ന് പറയാൻ തെളിവുണ്ടോടി? നീ ഇനി ഇവരോട് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നോക്ക്, നീ തെളിവ് കാണിച്ചേ പറ്റൂ. നീ ഇങ്ങനെ റിവേഴ്സ് അടിക്കുമെന്ന് എനിക്ക് നന്നായി അറിയായിരുന്നു ശ്രീകർ. അതുകൊണ്ടാ വീഡിയോ എവിഡൻസുമായിട്ട് വന്നത്. നിങ്ങളുടെ സഹധർമ്മിണി താലിയിൽ കുങ്കുമം ചാർത്തുന്നത് ഞാൻ ഷൂട്ട് ചെയ്തു. നിന്റെ ജാതകം മുഴുവൻ ഇതിലുണ്ട്. ഇതിന്റെ ഷോ എല്ലാവർക്കും ഫ്രീയാ. ആദ്യം വേദവതിക്കും പ്രസാദ് റാവു സാറിനും കാണിച്ചു തരാം. അതിനുശേഷം മറ്റെല്ലാവർക്കും കാണാം. ഈ സത്യങ്ങളൊക്കെ ഇത്ര പെട്ടെന്ന് പുറത്തു വരുമെന്ന് ഞാൻ കരുതിയതേയില്ല. ഇനിയിപ്പോ അമ്മയോട് എന്താ പറയാ? സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് തീരുമാനമായിരിക്കും അമ്മ എടുക്കാൻ പോകുന്നത്? എന്നെ മരുമകളായി കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ തീരുമാനം തുറന്ന് പറയൂ. അതോ പറയാതെ ചെയ്തതിന് അമ്മ എനിക്ക് ശിക്ഷ തരുമോ? എല്ലാം നിന്റെ കയ്യിലാ ദേവി. നിങ്ങളുടെ മകൻ കാണിച്ച വിശ്വാസവഞ്ചന കണ്ടോളൂ. ഈ പരീക്ഷണത്തിൽ നിന്നും എന്നെ ഒന്ന് രക്ഷിക്കില്ലേ അമ്മേ? നീ ഇത്രയ്ക്ക് ലക്കി ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വീഡിയോ കണ്ടിരുന്നെങ്കിൽ കള്ളന്മാരിപ്പോ പിടിയിലായേനെ. ഇനിയിപ്പൊ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ മോന് കല്യാണം കഴിക്കാൻ പറ്റാത്തോണ്ട് നീ നാടകം കളിക്കുവാണോ? നാടകം കളിക്കുന്നത് നിങ്ങളുടെ മോനാ. നീയൊക്കെ ഒരു അച്ഛനാണോ? ഇങ്ങനെയൊന്നും അല്ല മക്കളെ വളർത്തേണ്ടത്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ പാടില്ല. ഇറങ്ങി വിടുന്നു. പറഞ്ഞത് നിങ്ങളോടാ. പൊയ്ക്കോ 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 പൊയ്ക്കോ. ഇങ്ങനെയുള്ള ആൾക്കാരെ പോലീസിൽ പിടിച്ച് ഏൽപ്പിക്കണം. അതെ ചേച്ചി, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാ പിന്നെ ഇങ്ങനത്തെ പണിയായിട്ട് അവർ വരില്ല. പവിത്ര നിക്ക്. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ആ ആവനിയുടെ കഴുത്തിലൊരു താലി കാണുമല്ലോ. സൂപ്പർ പോയിന്റ്. അത് പരിശോധിച്ചാ സത്യം അറിയാലോ. നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം തരേണ്ട ആവശ്യങ്ങളൊന്നും ആവനിക്കില്ല. അമ്മേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അവൻ എത്രമാത്രം അപമാനിക്കപ്പെട്ടു എന്ന് അമ്മയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. കഴുത്തി കിടക്കുന്ന മാലയില് താലിയും ഉണ്ടല്ലോ. പെട്ടെന്നൊന്നും ചെക്ക് ചെയ്തട്ടെ. ഇനി എന്തായാലും രക്ഷപ്പെടില്ല. അവൾക്ക് നിങ്ങളെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നീ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ അതുണ്ടെന്ന അർത്ഥം.
അമ്മേ ഇവരോടൊന്നും പറയാത്തത് എന്താ? ആവണി എനിക്ക് വിശ്വാസമാണ്. അവളെ പരിശോധിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നാ സംശയം തോന്നിയാല് അത് തീർക്കുന്നത് തന്നെയാണ് നല്ലത് ശ്രീകർ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാ. പോയി ചെക്ക് ചെയ്യില്ല അവണ്യ. ഇനി എങ്ങനെയാ രക്ഷപ്പെടുക? പെട്ടെന്ന് നോക്ക്.